ഒരു പോലീസിന്റെ ശരീരഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പോലീസ് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പോലീസാണോ എന്നുള്ളത്. അവർക്കവിടെ ചെയ്യാൻ നിയമപരമായിട്ട് അവർ ചെയ്യേണ്ടിയിരുന്നത് അവിടെ ചെല്ലുക, ആ വ്യക്തികളെ തടഞ്ഞു നിർത്തുക, അവരുടെ ഐഡന്റിറ്റി അസർട്ടൈൻ ചെയ്യുക, അവരാണ് കുറ്റം ചെയ്തതെന്ന് അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അവരെ കൺഫൈൻ ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക. അതല്ലാതെ കോടതിയുടെ നിയമവ്യവസ്ഥയുടെ മീഡിയേഷൻ ഇല്ലാതെ ഇത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കാൻ ഇവരാരാ? നിയമപരമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നത്, അവർക്കൊരു സംശയമുണ്ട്, ഇവരാണ് ഈ അക്രമം കാണിച്ചതെങ്കിൽ അവിടെ ചെന്നിട്ട് അവരുടെ ഐഡന്റിറ്റി അസർട്ടൈൻ ചെയ്യുക, സംശയമുണ്ടെങ്കിൽ അവരെ കൺഫൈൻ ചെയ്യുക, അവിടുന്ന് വിട്ടുപോകാതിരിക്കുവാൻ വേണ്ടി അവരെ തടഞ്ഞു വെക്കുക. പക്ഷെ ഇതൊന്നും അല്ലല്ലോ, ഒന്നും അവിടെ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ലല്ലോ. രാവിലെ പോലീസ് വയർലെസ്സിലൂടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും കോൺസ്റ്റാബുലറിയും സിവിൽ പോലീസ് ഓഫീസേഴ്സും എല്ലാം കേൾക്കാൻ വേണ്ടി രാവിലെ വയർലെസ്സിലൂടെ വിളിച്ചു പറയണം, മനുഷ്യനാകണം എന്ന് ഒരു 3 തവണ വിളിച്ചു പറയണം. എന്നിട്ട് ഇതും കൂടെ വിളിച്ചു പറയണം, പൗരന്മാരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ കാക്കിയിട്ട് ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ഒരു നായയ്ക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ വിഷം കുത്തിവെച്ച് കൊല്ലാം, പക്ഷെ പോലീസ് സംവിധാനത്തിന് പേ പിടിച്ചു കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള പൗരന്മാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത്. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇതുപോലെ പൊതുവേദികളിലും ചർച്ചകളിലും ഒക്കെ വന്നിരുന്ന് ഇത്തരത്തിലുള്ള പോലീസ് എക്സസിനെ പലപ്പോഴും ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവർക്ക് ശബ്ദമില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പോലീസുകാരനും അറസ്റ്റിലായനെ. വെറും സാധാരണക്കാരുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും അവർക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒഫൻസ് ഈസ് സോ അപ്പാരന്റ്. മറ്റൊരാളാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അടിച്ചകത്തിടില്ലായിരുന്നോ? ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കേരളത്തിലെ പോലീസിന്റെ DGP ഹീസ് ആൻസറബിൾ. അണ്ടർ ഹിസ് നെയിം ദിസ് അട്രോസിറ്റി ഈസ് കമ്മിറ്റഡ്. അയാളുടെ പേരിലാണ് ഈ അട്രോസിറ്റി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോലീസ് മന്ത്രി ഉത്തരം പറയണ്ടേ? ഒരു ചങ്ങലയും അതിൽ ഏറ്റവും ദുർബലമായ കണ്ണിയെക്കാളും ശക്തമല്ല. സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള ആൾക്കാർ അടികൊണ്ടതിന് ശേഷം വ്യവസ്ഥ പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നെ പൊതുവേദികളിൽ എത്ര വലിയ മാനവിക പ്രഖ്യാപനം നടത്തിയിട്ടും കാര്യമില്ല.